കോട്ടയം തിരുവാതിക്കൽ വിജയകുമാറിൻ്റെയും ഭാര്യ ഡോക്ടർ മേരിയുടെയും കൊലപാതകത്തിലെ പ്രതി അമിത് ഉറാങ്ങിനെ കോട്ടയം പോലീസ് 24 മണിക്കൂറിനുള്ളിൽ അറസ്റ്റ് ചെയ്തു. കോട്ടയം പോലീസിൻ്റെ നല്ലൊരു ഡിറ്റക്ഷനാണിത്, സംശയമൊന്നുമില്ല. കാരണം അമിത് ഉറാങ് എന്ന ആസാമിലെ ദിബ്രുഗഡ് ജില്ലയിലെ ഇയാള് നേരത്തെ കട്ടപ്പനയടുത്ത് എവിടെയോ ജോലിയായിരുന്നു. അവിടുന്ന് ഇയാളുടെ ഒരു പെൺസുഹൃത്തുമായിട്ടാണ് ഈ വീട്ടിലെ തിരുവാതിക്കലെ വിജയകുമാറിൻ്റെ വീട്ടിലെ ജോലിക്ക് എത്തിയത്. അവിടെ നിന്ന് അവൾ പിണങ്ങിപ്പോയി, അവളുടെ ഗർഭം അലസിപ്പോയി എന്നും പറയുന്നു. നേരത്തെ ഇയാളുടെ ഭാര്യയാണ് എന്ന് പറഞ്ഞെങ്കിലും ഇപ്പോൾ അയാളുടെ പെൺസുഹൃത്താണ്. ഇയാളെ അറസ്റ്റ് ചെയ്ത ശേഷം പോലീസ് ചോദ്യം ചെയ്തു. ചില CCTV ദൃശ്യത്തിൽ ഇയാൾ ആ വീട്ടിലേക്ക് വരുന്നതും പോകുന്നതും ഒക്കെ കണ്ടു. പക്ഷേ വിജയകുമാറിൻ്റെ ഈ കേസിൽ ചില പൊരുത്തക്കേടുകളുണ്ട്. പോലീസ് അത് ശ്രദ്ധിക്കണം. കാരണം ഈ കേസിൻ്റെ അന്വേഷണം കംപ്ലീറ്റ് ചെയ്യുമ്പം സാഹചര്യ തെളിവിലാണ് ഇത് മുഴുവൻ ബിൽഡ് ചെയ്യുന്നത്. ശാസ്ത്രീയമായ ചില തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അതിനകത്ത് കൃത്യഭാവം കണ്ട സാക്ഷികളില്ല. ഇയാൾ അവിടെ വന്നു പോയതെല്ലാം ഡിജിറ്റൽ എവിഡൻസ് മാത്രമാണ്, വേറെ ജനങ്ങളാരും കണ്ടിട്ടില്ല. ആ വീട്ടിലെ ജോലിക്കാരനായിരുന്നു ചുറ്റുവട്ടമുള്ളവർക്ക് അറിയായിരുന്നു. അവിടുന്ന് പിണങ്ങിപ്പോയി. അതിനുശേഷം അയാളെ പിരിച്ചുവിടുകയായിരുന്നു. അയാളെ ഏകദേശം ഒരു മൊബൈൽ ഫോൺ അവിടുന്ന് മോഷ്ടിച്ചു. ആ മൊബൈൽ ഫോണിൽ കൂടെ വിജയകുമാറിൻ്റെ 90,000 രൂപ ആദ്യം എടുത്തു. പിന്നീട് മൊത്തം 2.5 ലക്ഷം രൂപ അയാൾ പിൻവലിച്ചു. അതാണ് അയാളെ പിരിച്ചുവിടാൻ കാരണം. അതിനുശേഷം അയാൾ വന്നിട്ട് മോഹൻകുമാറിനെ വീട്ടിൽ വന്ന് ചീത്തയും തെറിയൊക്കെ വിളിച്ചു. പോലീസ് വന്ന് അറസ്റ്റ് ചെയ്തു. അയാളെ ജാമ്യം കിട്ടാനായിട്ട് ഏകദേശം 5.5 മാസം എടുത്തു. കോട്ടയത്തെ സ്ഥിരം ജാമ്യക്കാരായ 1-2 സ്ത്രീകളാണ് അയാളെ ജാമ്യത്തിൽ ഇറക്കിയത്. ഇപ്പം ഇയാളെ അറസ്റ്റ് ചെയ്ത് രണ്ടുപേരെയും കൊന്നതിനും കൊലപാതകത്തിനും 302-നും തെളിവ് നശിപ്പിച്ചതിനും ഇയാളെ അറസ്റ്റ് ചെയ്തു. ആ വീടിൻ്റെ മുമ്പിൽ ആ വാതിലിൻ്റെ അടുത്ത് ഇയാളുടെ പേരെഴുതി വെച്ചെന്ന് വാർത്തയുണ്ട്. പേര് എഴുതി വെച്ചിട്ടുണ്ടാവാം. മറ്റൊരു കാര്യം, ആ വീട്ടിലെ 2 നായ്ക്കളുണ്ട്, ലാബ്രഡോർ. ആ പട്ടികൾ കുരച്ചില്ല, ബഹളം വെച്ചില്ല. അവിടുത്തെ ആ വീട്ടിലെ ജീവനക്കാരനാണ്. പട്ടികൾക്ക് അറിയാം ഇവൻ രാത്രിയും പകലും വന്നാലും ശരി അത് സ്മെല്ല് ചെയ്യും. ദൂരെ നിന്ന് അതിൻ്റെ ഇയാളുടെ സ്മെല്ല് കിട്ടും. പട്ടി കുരച്ചില്ല എന്ന് പ്രതി പറയുന്നുണ്ട്. പട്ടിക്ക് ചില പലഹാരം വാങ്ങിച്ചു കൊടുത്തു. പട്ടി എന്തായാലും അവശനിലയിലായിരുന്നു 2 ദിവസം. ഇപ്പം അത് സ്മാർട്ടായി. അതിനകത്ത് വിഷാംശം ചേർന്ന് എന്തോ കൊടുത്തു എന്ന് തോന്നുന്നു. ആ ഭാഗങ്ങളൊക്കെ സ്വല്പം അവിശ്വസനീയത കൂടുതലുണ്ട്. ഇയാളുടെ മോട്ടീവ് കൃത്യമായി ഇയാൾ പറയുന്നത് വിജയകുമാറിനുള്ള വൈരാഗ്യം. ഭാര്യയോടില്ല, ഡോക്ടർ മീരയോടില്ല, വിജയകുമാറിനോട്. ആ വീട്ടിലേക്ക് വന്ന് മുമ്പ് ബിനോ എന്ന ലോഡ്ജിൽ 3-4 ദിവസം കൊണ്ട് ഇയാൾ അവിടെ താമസമുണ്ട്. റെയിൽവേ സ്റ്റേഷനിലെ ഒരു ടിക്കറ്റ് ഈ വീടിൻ്റെ പരിസരത്ത് നിന്ന് കിട്ടി. അത് പ്ലാറ്റ്ഫോം ടിക്കറ്റാണ്. ഇയാളോട് കണക്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ്. കാരണം ഇയാൾ റെയിൽവേ സ്റ്റേഷനവിടെ ബിനോ ലോഡ്ജിൽ 3-4 ദിവസം ഒന്ന് താമസിച്ചു. കൊലപാതകം കഴിഞ്ഞ ഉടനെ ഇയാൾ അവിടെ മുറി വിട്ടു. വെളുപ്പിനെ 5 മണിക്ക് മുറി വിട്ടു പോയി. അതിനുശേഷം പെരുമ്പാവൂർ പോയെന്നാണ് പറയുന്നത്. ഇയാളുടെ സഹോദരനെയും കൂട്ടി അവിടുന്ന് നേരെ തൃശ്ശൂർ മാളയിൽ അവിടെ ഒരു കോഴി ഫാമിൽ ചെന്നു. അവിടെ വെച്ചാണ് ഇയാൾ വിജയകുമാറിൻ്റെ ഫോണിൽ ടാമ്പർ ചെയ്തു. അത് പോലീസ് അത് ലൊക്കേറ്റ് ചെയ്തു. അങ്ങനെയാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തു. ഏതായാലും വിജയകുമാറിൻ്റെ മൊബൈൽ ഫോണ് ഇയാളുടെ കയ്യിൽ നിന്ന് കിട്ടിയോടുകൂടി തന്നെ അത് വലിയൊരു വൈറ്റൽ എവിഡൻസ് ആണ്. 27 എവിഡൻസ് ആക്റ്റാണ്. കാരണം കൊല്ലപ്പെട്ട ആളിന് കൈവശം ഇരുന്ന
മൊബൈൽ ഫോണ് തൃശ്ശൂർ മാളയ്ക്കടുത്ത് നിന്ന് ഇയാൾ താമസിച്ച മുറിയിൽ ഇയാളെ കൈവശത്ത് നിന്ന് കണ്ടെത്തി. എന്തായാലും വിജയകുമാറിന്റെ വീട്ടില് മരണസമയത്ത് ഇയാൾ ഉണ്ടായിരുന്നു, അയാളെ കൊലപ്പെടുത്തുന്ന സമയത്ത് അയാളെ ഭാര്യ കൊണ്ട് ഇയാളുണ്ട് എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു ആ മൊബൈൽ ഫോണ്. അതിന് തർക്കമില്ല, നല്ലൊരു എവിഡൻഷ്യറി വാല്യൂ അതിനകത്തുണ്ട്. പക്ഷേ ചില കാര്യങ്ങൾ പൊരുത്തപ്പെടാതെ വരുന്നതാണ് ഈ മോട്ടീവ് വീക്ക് ആക്കുന്നത്. ഇതിനകത്ത് അവിടുത്തെ CCTV ദൃശ്യത്തിലും മറ്റും ഇയാൾ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ, അല്ലെങ്കിൽ അത് മാത്രമേ പുറത്തേക്ക് വന്നിട്ടുള്ളൂ. മറ്റാരെങ്കിലും സഹായം ഇയാൾക്ക് ലഭിച്ചിട്ടുണ്ടോ? വിജയകുമാറിനും ഡോക്ടർ മീരയോടും വൈരാഗ്യമുണ്ടോ? ഡോക്ടർ മീര തമിഴ്നാട്ടുകാരിയാണ് എന്ന് തോന്നുന്നു. മൂത്ത മകൻ കൂടുതലും തമിഴാണ് സംസാരിക്കുന്നത്. അവർ കൂടെ തമിഴ്നാട്ടിൽ പോകും. 1996 കോട്ടയം ഇന്ദ്രപ്രസ്ഥം എന്ന ലോഡ്ജ് അത് കടത്തിലായി. അത് അറ്റാച്ച് ചെയ്ത് കോടതി. അത് ലേലത്തിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ ആ ലോഡ്ജിൻ്റെ ഉടമസ്ഥയ്ക്ക് 5 ലക്ഷം രൂപ കൊടുത്ത് ബാക്കി പണം ഇയാൾ ലോണാക്കി കൺവെർട്ട് ചെയ്ത് ഇയാൾ ആ ലോഡ്ജ് വാങ്ങി അത് പൊളിച്ചു കളഞ്ഞിട്ട് ഇന്ദ്രപ്രസ്ഥം ഹാളാക്കി മാറ്റി. അതോടുകൂടി അവിടെ വരുമാനം കൂടി ഇയാൾക്ക് ബാങ്കിലെ ലോൺ അടച്ചു തീർക്കാനും പറ്റി എന്നാണ് കഴിയുന്നത്. നല്ല ബുദ്ധിമാനായ ഒരു വ്യവസായിയാണ് ഇയാൾ ദുബായിലും വിദേശ രാജ്യത്തും അല്ലെങ്കിൽ ഗൾഫ് കൺട്രിയിൽ ഇയാൾ കുറേ നാൾ ജോലി എടുത്തിരുന്നു. ഇയാളുടെ ഭാര്യ അവിടെയായിരുന്നു, ഇയാളുടെ മക്കളും അവിടെയായിരുന്നു. ഇയാൾ അവിടെ അടുക്കളയിൽ ആവശ്യമുള്ള പല പല ഇന്ത്യൻ സാധനങ്ങളും അവിടെ ലാർജ് സ്കെയിലും റീറ്റെയിലും അയാൾ വിറ്റുകൊണ്ടിരുന്നു. ധാരാളം പണം അവിടെ ഉണ്ടാക്കി. അദ്ദേഹം ഇൻ്റർവ്യൂ നടത്തി ഇവിടുത്തെ ചില ജോലിക്കാരെ അങ്ങ് കൊണ്ടുപോയി. അവരെല്ലാം അതൃപ്തിയോടുകൂടിയാണ് ഇപ്പം ഇയാളെ പറ്റി പറയുന്നത്. സാമ്പത്തികമായി ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല, പണം ഉണ്ടാക്കാൻ വലിയ മിടുക്കനാണ്, കേമനാണ് ഇയാൾ. അങ്ങനെയാണ് ഇത്രയും വലിയ സ്വത്ത് സമ്പാദിച്ചത്. 5000 സ്ക്വയർ ഫീറ്റിൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. കോമ്പൗണ്ട് വോളെല്ലാം മതിൽ പോലെ കെട്ടിപ്പൊക്കി അതിനുള്ളിലാണ്. 2 പട്ടിയുണ്ട്. പക്ഷേ എല്ലാം ഉണ്ടായിട്ടും ഇയാളെ കൊലപ്പെടുത്തി. അയാൾ കുറ്റസമ്മത മൊഴിയിലെ പ്രതി അമിത് ഉറാങ് പറയുന്ന ചില കാര്യങ്ങൾ പൊരുത്തപ്പെടുന്നില്ല. ഈ വിജയകുമാർ നല്ല ആരോഗ്യമുള്ള ആളാണ്, നല്ല പൊക്കമുണ്ട്, 6 അടിയിൽ കൂടുതൽ പൊക്കമുണ്ട്. അയാളെ പൊക്കം കുറഞ്ഞ് ഇയാൾ കീഴ്പ്പെടുത്തി അയാളെ പുറത്ത് കയറി ഇടിച്ചു എന്ന് പറയുന്നത്, വിജയ എന്ന് പറഞ്ഞ് ഇടിച്ചു എന്ന് പറയുന്നത് അത്ര വിശ്വസനീയമായിട്ട് തോന്നുന്നില്ല. അയാളെ എങ്ങനെ കീഴ്പ്പെടുത്തി എന്ന് അറിയില്ല. അയാൾ നഗ്നനായി. അയാളെ ഡ്രസ്സുകൾ അൺഡ്രസ് ചെയ്തിട്ടുണ്ട്. അത് അയാളെ അവഹേളിക്കാനാണെന്ന് പറഞ്ഞത്. അയാളെ കൊല്ലുന്ന സമയത്ത് അയാളുടെ ഭാര്യ ആരാരാ എന്ന് ചോദിച്ചു വന്നു. അവരെയും തന്നെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെയും കൊലപ്പെടുത്തേണ്ടി വന്നു എന്നാണ് പ്രതി പറയുന്നത്. ഒരു കൊലപാതകത്തിന് പോയി 2 കൊലപാതകത്തിലേക്ക് വന്നു. എങ്കിലും പല ഭാഗങ്ങളും അവിശ്വസനീയമായിട്ട് തോന്നുന്നു. ഇയാൾ മൊബൈൽ ഫോണിനെ പറ്റിയും DVRനെ പറ്റിയും നല്ല നോളജ് ഉള്ള ആളാണ്. പൊരുത്തപ്പെടാത്ത ഏറ്റവും വലിയ സംഗതി, ആ വീടിന്റെ മുൻവശത്ത് താനാണ് കൊല്ലതെന്ന് അറിയിക്കാൻ വേണ്ടി അമിതിന്റെ പേരെഴുതി വെച്ചിരുന്നു. ആ പേരെഴുതി അയച്ച ആള് താനാണ് കൊന്നതെന്ന് ഉറപ്പിക്കുന്ന ആള് പിന്നെ എന്തിനാണ് DVR കൊണ്ടുപോയത്? അയാൾ മൊബൈൽ ഫോൺ എടുത്തുകൊണ്ട് പോകേണ്ടത് എന്ത്? CCTV ദൃശ്യത്തിൽ ഇയാളെ കണ്ട എന്താ കുഴപ്പം? കൊന്നത് താൻ തന്നെയാണ് എന്നറിയിക്കാൻ വേണ്ടി തൻ്റെ പേരെഴുതി വെച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങൾ പൊരുത്തപ്പെടുന്നില്ല. പേരെഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാളാണെന്ന് സ്ഥാപിക്കാൻ്റെ ഒരാവശ്യം ആർക്കും ഉണ്ടെന്ന് തോന്നാം. പ്രതി താനാണ് കൊന്നതെന്ന് സ്ഥാപിക്കാതിരിക്കാൻ പല കാര്യങ്ങളും ചെയ്തിരിക്കുന്നു. അപ്പം അങ്ങനെയുള്ള ഒരാൾ മുൻവശത്ത് പേരെഴുതി വെക്കുമോ? ഒട്ടും പൊരുത്തപ്പെടുന്നില്ല. അയാൾ ആ വീട്ടിലെ 3 മൊബൈൽ ഫോണും കൊണ്ടുപോയി. കാരണം CCTV ദൃശ്യത്തിൽ വരുന്ന ചിത്രങ്ങൾ മൊബൈൽ ഫോണിലും വരാം. അതുകൊണ്ട് മൊബൈൽ ഫോൺ കൊണ്ടുപോയി. DVR കൊണ്ടുപോയി. DVR അവിടെ പോകുന്ന വഴിക്ക്
അവിടെ ഒരു തോട്ടിലെറിഞ്ഞു. അത് പിന്നെ ഇയാളുടെ സാന്നിധ്യത്തിൽ തന്നെ പോലീസ് അത് റിക്കവർ ചെയ്തിട്ടുണ്ട്. അതും വളരെ വൈറ്റലാണ്, വൈറ്റൽ എവിഡൻസ് ആണ്. 27 എവിഡൻസ് ആക്ടിന്റെ പരിധി വരുന്നുണ്ട്. ഇയാൾ കൊണ്ടുപോയ ഒരു മൊബൈൽ ഫോൺ ഇയാൾ എറിഞ്ഞു കളഞ്ഞു. അതും ഇയാളിൽ കൂടെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അതും 27 എവിഡൻസ് ആക്ടിന്റെ പരിധി വരുന്നതാണ്. അപ്പം ഇയാളുടെ ആ വിജയകുമാറിനെ കീഴ്പ്പെടുത്തിയത് ഒറ്റയ്ക്കാണെന്ന് പറയുന്ന അവിശ്വസനീയമായിട്ട് തോന്നുന്നുണ്ട്. വീടിനകത്തേക്കുള്ള എൻട്രി ഡ്രില്ലർ ഉപയോഗിച്ചിട്ടാണ്. ആ ഡ്രില്ലർ ഉപയോഗിച്ച് ജനലിൻ്റെ അവിടെ തുരന്നിട്ട് ആ വഴി വാതിലിൻ്റെ മുകളിലത്തെ കൊളുത്ത് എടുത്തു എന്ന് പറയുന്നു. എങ്ങനെയാണ് വിജയകുമാർ ആ വാതിൽ വരെ വന്നത്? അദ്ദേഹം നേക്കഡായിട്ടാണ് കാണപ്പെട്ടത്. അതെന്ത് ഉദ്ദേശത്തോടെ അപമാനിക്കാൻ തന്നെയാണ് എന്ന് പ്രതി പറയുന്നുണ്ട്. അവരുടെ കഴുത്തിൽ, രണ്ടുപേരുടെയും കഴുത്തിൽ സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടായിരുന്നു, എടുത്തില്ല. വീടിനകത്ത് സ്വർണ്ണാഭരണം ഉണ്ടായിരുന്നിരിക്കാം, അതും എടുത്തിട്ടില്ല. അതിനൊരു ശ്രമവും പോലും നടത്തിയിട്ടില്ല. പട്ടികളെ എന്തുകൊണ്ട് കുരച്ചില്ല? അത് പരിചയമുള്ള ഒരാളാണ് താൻ അമിത്, അതുകൊണ്ടാണ് പട്ടി കുരയ്ക്കാത്തതെന്നാണ് പോലീസ് ചോദ്യം ചെയ്തപ്പം പറയുന്നത്. പട്ടിക്ക് പലഹാരം കൊടുത്തു എന്ന് പറയുന്നുണ്ട്. അങ്ങനെയുള്ള പട്ടി എങ്ങനെയാണ് അവശനിലയിൽ കിടന്നത്? ഇയാൾക്ക് മറ്റാരുടെയെങ്കിലും സഹായം ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നെങ്കിൽ CCTV ദൃശ്യത്തിൽ കാണില്ലേ? ഇയാളെ ആരെങ്കിലും പ്രേരിപ്പിച്ച് കൊല്ലാനായിട്ട് പറഞ്ഞു വിട്ടതാണോ? അതും നോക്കേണ്ടിയിരിക്കുന്നു. ഇയാള് ആ CCTV ദൃശ്യത്തിൽ വന്നു പോകുന്നത് കാണുന്നുണ്ടെങ്കിലും അയാളെ വീട്ടിലേക്കുള്ള എൻട്രി ഏത് സമയത്താണെന്ന് അറിയണം. അത് കൃത്യമായിരിക്കണം. ഇയാള് 3 മൊബൈൽ ഫോൺ കൊണ്ടുപോയതിൽ ഒരെണ്ണം കളയാനുള്ള കാരണം എന്ത്? അയാൾക്ക് തൻ്റെ വിവാഹം കഴിക്കാത്ത ലിവിങ് ടുഗദറിലുള്ള പെൺകുട്ടിക്ക് ഗർഭാലസിപ്പ് ചെയ്ത് അതിന് വലിയ വൈരാഗ്യം തോന്നി എന്നാണ് പറയുന്നത്. വിവാഹിതയായ ഒരു സ്ത്രീയല്ല. മിക്കവാറും മറ്റ് സംസ്ഥാനത്തു നിന്ന് വരുന്ന പല തൊഴിലാളികളും കൂടെയുള്ള സ്ത്രീകൾ അവർ ലിവിങ് ടുഗദറായിട്ട് വരുന്നവരാണ്. 90% അങ്ങനെ തന്നെ. ഇതിനകത്ത് ഈ വിജയകുമാറിൻ്റെ മകനും നേരത്തെ കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത്. 2017 ബിടെക്കുകാരനായിരുന്നു. ട്രിവാൻഡ്രത്ത് ടെക്നോ പാർക്കിൽ അദ്ദേഹത്തിന് പ്രത്യേക ഓഫീസൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അതൊക്കെ നഷ്ടത്തിലായി എന്നാണ് അറിയുന്നത്. പിന്നീട് പിതാവിൻ്റെ ഒപ്പം വീട്ടിൽ തന്നെ പിതാവിൻ്റെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് നിന്നു. ഒരു 7 മണിക്ക് ആ പയ്യൻ ഗൗതം അയാൾ അമ്മയോട് പറഞ്ഞിട്ട് കാറെടുത്ത് പുറത്തു പോയി. തൻ്റെ സുഹൃത്തിനെ കാണാനായി പോകുന്നത് പുളിമൂട് ജംഗ്ഷൻ കോട്ടയം ടൗണിൽ തന്നെ കാണാൻ പോയി. അതിനുശേഷം അമ്മയുടെ അടുത്ത് വീണ്ടും വിളിക്കുന്നുണ്ട് 8 മണിക്ക്. അമ്മ, ഞാൻ അങ്ങോട്ട് തിരിക്കുകയാണ്, അമ്മയ്ക്ക് വല്ലതും വാങ്ങണോ? വേണ്ട. 8:05 ആ ഫോൺ കട്ടായി. പിന്നീട് ആ പയ്യനെ കണ്ടില്ല. പിന്നീടാണ് അടുത്ത ദിവസം അവർ പോലീസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അടുത്ത ദിവസം രാവിലെ കാരിത്താസ് ആശുപത്രിയുടെ സമീപമുള്ള റെയിൽവേ ട്രാക്കിൽ മകൻ മരിച്ചു കിടക്കുന്നു. കഴുത്തിലും നെഞ്ചിലും മുറിവുണ്ട്, ബ്ലീഡ് ചെയ്തിട്ടുണ്ട് നന്നായി. പക്ഷേ റൺ ഓവർ അല്ല. അയാളുടെ പുറത്തുകൂടെ ട്രെയിൻ ഓടിയിട്ടില്ല. ട്രെയിൻ തട്ടിയാണ് മരണം എന്നല്ല. മരണം കഴുത്തിലെ നെഞ്ചിലെയും മാരകമായ മുറിവ്. ഏകദേശം 240 മീറ്റർ, 204 എന്നും പറയുന്നുണ്ട്, അകലെ ഇയാളുടെ കാറ് കിടപ്പുണ്ട്. കാറിൻ്റെ മുൻവശത്തും പിൻവശത്തും സീറ്റിൽ നിറയെ രക്തം ഒലിച്ചു കിടക്കുന്നു. അവിടെ ഒരു കത്തി കിട്ടിയിട്ടുണ്ട്, ബ്ലേഡ്. അത് ഉപയോഗിച്ചിട്ടാണ് ഇയാൾ സ്വയം ആത്മഹത്യ ചെയ്തത് എന്നാണ് പറയുന്നത്. പക്ഷേ ഹൈക്കോടതി അത് വിശ്വസിച്ചില്ല. അവിടെ വിജയകുമാർ തൻ്റെ മകൻ്റെ മരണത്തിൽ സംശയമുണ്ട് എന്ന് പറഞ്ഞ് ലോക്കൽ പോലീസിൻ്റെ അന്വേഷണം സൂയിസൈഡാണ്. അതിനുശേഷം ക്രൈംബ്രാഞ്ചിലേക്ക് പോയി, അതും സൂയിസൈഡ് എന്ന് പറഞ്ഞു. ഹൈക്കോടതി കേസ് കൊടുത്തു CBI അന്വേഷണത്തിന്. ഹൈക്കോടതിയിൽ ജസ്റ്റിസിൻ്റെ ഒബ്സർവേഷൻ, കഴുത്തിലും ഇയാളുടെ നെഞ്ചിലുള്ള ആ മാരക മുറിവ്, അപ്പോൾ തന്നെ ആൾ മരിക്കും. ആ മാരക മുറിവ് ഏറ്റ ആള്, അത്രയും ബ്ലീഡ് ചെയ്ത ആള്
നടന്ന് റെയിൽവേ ട്രാക്ക് വരെ എത്തില്ല. 204 മീറ്റർ അവിശ്വസനീയമായിട്ട് കോടതിക്ക് തോന്നി. അപ്പൊ അതുകൊണ്ട് അത് എങ്ങനെ സംഭവിച്ചു? അത് സംശയാസ്പദമാണ്. ആ കേസിന്റെ അന്വേഷണം CBIക്ക് കൊടുത്തു ഹൈക്കോടതി. CBI അന്വേഷണം ഏറ്റെടുത്തു. പുതിയ FIR രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇതിനകത്ത് ആ കേസും ഇപ്പോഴത്തെ മരണവും കൊലപാതകവും രണ്ടുപേരെയും കൊന്നിരിക്കുന്നു. എന്തെങ്കിലും ബന്ധമുണ്ടോ? അത് CBI അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. കോട്ടയത്തെ ഈ കേസ് ഡിറ്റക്ട് ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥർ, അവിടുത്തെ SP ഷാഹുൽ ഹമീദും അവിടുത്തെ DYSP ശ്രദ്ധിക്കണം ഇത്. കാരണം മോട്ടീവ് അല്പം വീക്കാണ് എന്നെനിക്ക് തോന്നുന്നു. അതിലുള്ള അമിതമായ വൈരാഗ്യം കൊണ്ട് കൊന്നു. 6 അടി പൊക്കമുള്ള ഒരാളെ, ഏകദേശം 5 അടിക്കാരനെ കൊന്നു എന്നാണ് പറയുന്നത്. വല്ല പൊക്കവും സൈസും ഉള്ള ഒരാളെ ഈ പൊക്കം കുറഞ്ഞ ആൾക്ക് കീഴ്പ്പെടുത്താൻ പറ്റുമോ? അത് അയാളുടെ വീട്ടിൽ വെച്ച് അവിടെ ചില പൊരുത്തക്കേടുകൾ തോന്നുന്നുണ്ട്. എന്തായാലും അത് ആ പൊരുത്തക്കേടുകൾ ഈ കേസിന്റെ കുറ്റച്ചാർജ് സമയത്ത് കോട്ടയത്തെ DYSP അത് മാറ്റണം. കാരണം ഇതിനകത്ത് സാഹചര്യ തെളിവിൽ ബിൽഡ് ചെയ്തുകൊണ്ടിരുന്ന കേസാണ്. ഫോറൻസിക് അതുപോലെ തന്നെ മറ്റ് ശാസ്ത്രീയ തെളിവുകളുമുണ്ട്. ഇയാളുടെ ഫിംഗർ പ്രിന്റ് ആ വീട്ടിൽ ലഭിച്ചിട്ടുണ്ട്. ആ വീട്ടിലൊരു ജോലിക്കാരനായിട്ട് അവിടെ ഫിംഗർ പ്രിന്റ് ഉണ്ടാകാം. ഇപ്പം അയാൾ ഡ്രില്ല് ചെയ്ത ആ ജനലിനും വാതിലിൽ നിന്നൊക്കെ ഫിംഗർ പ്രിന്റ് കിട്ടിയെന്ന് പറയുന്നു. കോടാലിയിൽ നിന്നും ഫിംഗർ പ്രിന്റ് കിട്ടിയെന്ന് പറയുന്നത് അത് ഞാൻ വിശ്വസിക്കുന്നില്ല. കോടാലിയിലെ പിടിയായാലും ശരി, അതിൻ്റെ ആ ആയുധം ഇരിക്കുന്ന സ്ഥലം ആയാലും ശരി, അവിടുന്ന് ഫിംഗർ പ്രിന്റ് കിട്ടാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് ആ ഭാഗം അതിൽ നിന്ന് ഫിംഗർ പ്രിന്റ് കിട്ടി എന്ന് പറയുന്നത് അത് ശാസ്ത്രീയമായി യോജിക്കുന്നില്ല. നല്ല പോളിഷ് സർപ്പത്തിൽ മാത്രമേ നമുക്ക് ഫിംഗർ പ്രിന്റ് ലഭിക്കുകയുള്ളൂ. കോടാലി കയ്യിൽ നിന്നോ കോടാലിയിൽ നിന്നോ ലഭിക്കാനുള്ള സാധ്യത വളരെ വിരളമാണ്. ലഭിച്ചതായിട്ട് എനിക്ക് ഇതുവരെ അനുഭവം ഉണ്ടായിട്ടില്ല. എന്തായാലും അയാളുടെ എൻട്രി കുറച്ച് അവിശ്വസനീയമായി തോന്നുന്നു. അതുകൊണ്ട് പക്ഷേ ഇയാൾ CCTVയിൽ വരുന്നതും പോകുന്നതൊക്കെ കൃത്യമുണ്ട്. ഇയാളുടെ പിന്നിൽ ആരെങ്കിലും ഉണ്ടോ? മകനെ കൊലപാതകം നടത്തിയതാണ് എന്ന് അതിൽ കൾപ്രിറ്റ് വന്നാൽ അതെന്തിനെന്നുള്ള വലിയ പ്രസക്തമായ ഒരു ചോദ്യമുണ്ട്. ആ കേസും ആ കൾപ്രിറ്റും ഇയാളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? വിജയകുമാറുമായിട്ട്? പോലീസ് ഈ കേസിന്റെ അന്വേഷണത്തെ അമിത് ഉറാങ്ങിനെ അമിതമായി വിശ്വസിക്കരുത്. അയാളുടെ കൺഫെഷണൽ സ്റ്റേറ്റ്മെന്റിലെ 27 എവിഡൻസ് ആക്ടിന്റെ പരിധിയിലുള്ളത് മാത്രം എവിഡൻസ് ആയിട്ട് സ്വീകരിക്കുക. അതോടൊപ്പം തന്നെ ആ വീട്ടിലെ ഫിംഗർ പ്രിന്റിന് പോസിറ്റീവ് നെഗറ്റീവ് കാര്യമുണ്ട്. ഇയാൾ അവിടുത്തെ ഒരു ജീവനക്കാരനായതുകൊണ്ട് അകത്തുനിന്ന് എത്ര ഫിംഗർ പ്രിന്റ് ലിഫ്റ്റ് ചെയ്താലും ഇയാൾ ആ വീട്ടിലെ 2-3 വർഷം ആ വീട്ടിൽ അവരോടൊപ്പം ഉണ്ടായിരുന്ന വ്യക്തിയാണ് എന്ന് ഉള്ളത് കൊണ്ട് അതിന് പോസിബിലിറ്റി കൂടുതലാണ്. അയാളുടെ ഫിംഗർ പ്രിന്റ് ചാൻസ് പ്രിന്റ് അല്ല, അയാളുടെ ഫിംഗർ പ്രിന്റ് അവിടെ വരാനുള്ളതാണ്. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ. പിന്നെ പട്ടിക്ക് എന്തുകൊണ്ട് പട്ടി കുറച്ചില്ല, എന്തുകൊണ്ട് പട്ടി അവശനിലയിൽ വന്നു, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ എവിഡൻസ് വരും. ഭാര്യയെ കൊന്ന പിന്നെ എന്തിനാണ്? അവരെ കൊല്ലണമെന്ന് ആഗ്രഹമില്ലായിരുന്നു, അവർ കണ്ടു, അതുകൊണ്ട് അവരെ കൊന്നു. പിന്നെ എന്തിനാണ് അവരെ അൺട്രസ്റ്റ് ചെയ്യുന്നത്? വിജയകുമാറിനോടുള്ള വൈരാഗ്യം മാത്രമേ ഉള്ളൂ. പല കാര്യങ്ങളും പൊരുത്തപ്പെടുന്നില്ല. അതുകൊണ്ട് നല്ലൊരു ഡിറ്റക്ഷനാണ് പോലീസ് ചെയ്തത്, കോട്ടയം പോലീസ്. പക്ഷേ ഇയാളുടെ ഇൻവോൾവ്മെന്റ് പ്രൂവ്ഡ് ആണ്, സംശയമൊന്നുമില്ല. അയാളുടെ കൂടെ ആരെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ അയാൾക്ക് ഈ പ്രേരിപ്പിച്ച അയാളുടെ കൂടെ ഇതിനെ ആരെങ്കിലും ഇൻസ്റ്റിഗേറ്റ് ചെയ്തിട്ടുണ്ടോ? ആ ഒരു കാര്യങ്ങൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കാരണം മകന്റെ മരണം 2017 അത് ആർക്കാണ് മകനെ കൊല്ലാൻ താല്പര്യം? അവർക്ക് വിജയകുമാറിനെ ഭാര്യയെ കൊല്ലാനുള്ള താല്പര്യങ്ങളുടെ ഉണ്ടാകാം. ആ ഭാഗം സൂക്ഷിക്കണം പോലീസ്. ചാർജ് ഷീറ്റ് കൊടുക്കുന്ന മുമ്പ് ഈ കാര്യത്തിന് ഒരു തീരുമാനം എടുക്കുന്നതാണ് ഉചിതം. ബുദ്ധിപരമായ നീക്കവും അത് തന്നെ.